ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വാതിലിൽ മുട്ടുമ്പോഴേക്കും അമ്മയാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. നീയോ, നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ വരരുതെന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ, ഞാൻ വന്നതേ നിങ്ങൾക്ക് സംശയങ്ങൾക്കൊക്കെ ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഉത്തരം തന്നാലും മാത്രമാണല്ലോ നിങ്ങൾ എന്നോട് കയറ്റാന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നത്. അതെയോ, എങ്കിൽ പറ എന്ന് പറയാണ്. അതെ, അതിനുള്ള ആള് ഞാനല്ല, എൻ്റെ ഭർത്താവാണ്. ഇപ്പോൾ വരും കേട്ടോ എന്ന് പറയാണ്. ഇവിടെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് അമ്മായി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മായി ഇവിടെ പോകുക, ഇവിടെ ഇരിക്കേ, ദേ ഇപ്പം അശ്വിൻ സാർ വരും, സത്യങ്ങളൊക്കെ പറയും എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയണ്ട, എപ്പോൾ വരും എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ വരും എന്ന് പറയാണ്. 5 വരെ എണ്ണും, അതിന് മുമ്പേ അശ്വിൻ സാർ ഇവിടെ എത്തും എന്നിങ്ങനെ പറയാണ്. 5 4 3 2 1 എന്ന് പറയുമ്പോൾ തന്നെ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുക കേട്ടോ. അങ്ങനെ അശ്വിൻ വാതിൽ മുട്ടുമ്പോഴേക്കും അമ്മയാണ് കേട്ടോ വാതിൽ തുറക്കണത്. അശ്വിൻ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം അമ്മായി ചോദിക്കുന്നുണ്ട്, എല്ലാം മോനെ ശ്രുതി പറയുമെന്ന് പറഞ്ഞിരുന്നു. പറയുമെന്ന് എന്ത് പറയുമെന്ന്? അതേ, സത്യങ്ങൾ, നിങ്ങളെതിനെ പെട്ടെന്ന് വിവാഹം കഴിച്ചെന്നുള്ള സത്യങ്ങൾ ശ്രുതി പറയാമെന്ന് പറഞ്ഞു. അത് അശ്വിൻ സാർ വരുമ്പോൾ പറയാമെന്ന് നമ്മൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ അശ്വിന് മനസ്സിലായി ശ്രുതി തന്നെ കുടുക്കിയതാണെന്ന്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാർ പറഞ്ഞാലും എന്താ കാരണമെന്ന് ഇവരോട് പറഞ്ഞാലും എന്നിങ്ങനെ പറയുമ്പോഴത്തേന് അശ്വിൻ പറയണ്ട, അത് കൊള്ളാം ശ്രുതി, അതെ ഒരു വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെയാണ് മര്യാദ, ഒരു ഗ്ലാസ് ചായ തന്നൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മായി പറയണ്ട, അയ്യോ സോറി മോൻ ഇവിടെ ഇരിക്കും, ഞാനൊരു ഗ്ലാസ് ചായ എടുക്കാം എന്ന് അമ്മായി പറയുമ്പോൾ വേണ്ട അമ്മായി പോണ്ട, ശ്രുതി ഉണ്ടായിക്കൊണ്ടെന്നുള്ള ചായ എന്ന് പറയണം. അങ്ങനെ ശ്രുതി അടുക്കളയിലേക്ക് പോകുകയാണ്. അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അശ്വിനും അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ശ്രുതി, നീ എന്തേ കാണിക്കണത്, നോക്ക്, നീ ഇപ്പം ഈ സെക്കൻഡ് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം എന്ന് പറയുകയാണില്ല, ഞാൻ വരില്ല, നിങ്ങൾ സത്യം എൻ്റെ വീട്ടുകാരുടെ അറിയിക്കാണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ നിനക്കറിയാലോ, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ പ്രീതി ചേച്ചിയുടെ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാണെന്ന് നോക്കണ്ട സർ. പ്രീതി ചേച്ചിനെ ആകാശേട്ടൻ ഒരിക്കലും കൈവിടില്ല, അതെനിക്ക് പൂർണ്ണ വിശ്വാസമായി. നിങ്ങൾ അത് പറഞ്ഞിട്ടാണല്ലോ എന്നെ പേടിപ്പിക്കണത്. ഇപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എൻ്റെ ചേച്ചിനെ ഒരിക്കലും ആകാശ് സാർ കൈവിടില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? അതെനിക്ക് മനസ്സിലായി, അത് നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാനൊരു വാക്ക് പറഞ്ഞ ആകാശ് ഇപ്പം പ്രീതിനെ ഡൈവേഴ്സ് ചെയ്യും, എന്താ നിനക്കത് കാണണോ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും എട്ടുന്നുണ്ട്. ശേഷം നമ്മുടെ അശ്വൻ പറഞ്ഞു, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് വരാൻ നോക്കുക എന്ന് പറയുമ്പോൾ എന്നെ പൊക്കിയെടുക്കാനോ? അതെ, നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ഞാൻ വരില്ലെന്ന് പറഞ്ഞ അപ്പം തന്നെ പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുമല്ലോ. ശ്രുതി വെറുതെ കളിക്കല്ലേ, വരാൻ നോക്കുക എന്ന് പറയാണ്. അതിനുശേഷം അശ്വിൻ നടന്ന് പോകുക കേട്ടോ. അശ്വിൻ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ആകെ ടെൻഷനാവാണ്. ഈശ്വര, ആകാശിനോട് പറഞ്ഞിട്ടെങ്ങാനും ഇനി ചേച്ചീനെ ഡൈവേഴ്സ് ചെയ്യിപ്പിക്കുമോ എന്നൊരു ടെൻഷനാണ് അശ്വിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിയും അശ്വിൻ പോയതിന് പിന്നാലെ തന്നെ അശ്വിൻ്റെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ്റെ ഓഫീസിൽ വലിയൊരു ഇത് നടക്കുക കേട്ടോ, മീറ്റിംഗ് നടക്കുകയാണ്, വലിയൊരു മീറ്റിംഗ് ആണ്. അപ്പോൾ അതിനെ ആരെയും കയറ്റി വിടത്തില്ല, 2 സ്റ്റാഫിനെയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് അശ്വിൻ, പുറത്ത് കയറാതിരിക്കാനായിട്ട് നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഓഫീസിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, അതെ ശ്രുതി ഓഫീസിനകത്ത് കയറാൻ പറ്റില്ലെന്ന് പറയാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ, ഞാൻ ഓഫീസിനകത്ത് കയറുമെന്ന് പറയാണ്. എന്ത് അധികാരത്തിൽ അകത്ത് കയറും? എൻ്റെ ഭാര്യ എന്നുള്ള അധികാരത്തിലാണോ? ഞാൻ നിങ്ങളുടെ ഭാര്യയൊന്നുമല്ല. അപ്പം അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയാണ്. അത് കൊള്ളാലോ, ഞാൻ അകത്ത് കയറും എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറാൻ പോകുമ്പോൾ 2 സ്റ്റാഫുകൾ ശ്രുതിനെ തടഞ്ഞു വെക്കുവാണ്, അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ശേഷം ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ ആകാശ് സാറില്ല, എനിക്ക് ആകാശ് സാറിനോട് സംസാരിക്കണമെന്ന് പറയാണ്. നീ ആകാശിനോട് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ്. പറ്റില്ല, ഞാൻ ആകാശ് സാറിനോട് സംസാരിച്ചേ പറ്റൂ എന്ന് ശ്രുതി പറയാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് അശ്വിൻ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ശ്രുതി നോക്കുമ്പോഴേക്കും അവിടെ ഒരു ബക്കറ്റും അതിലൊരു മഗ്ഗൊക്കെ ഇരിക്കുകയാണ്, വെള്ളം. അതവിടെ കുറച്ച് ചെടികളുണ്ട്, ആ ചെടി നനയ്ക്കാൻ വേണ്ടി അവിടുത്തെ സ്റ്റാഫ് കൊണ്ടു വെച്ച വെള്ളവും ബക്കറ്റും ആട്ടോ. ശ്രുതി അത് കണ്ട പാടെ തന്നെ അതിൽ ഒരു മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് അശ്വിൻ്റെ മേത്തേക്ക് ഒരു ഒറ്റ ഒഴിക്കുക കേട്ടോ. കണ്ടില്ലേ നിങ്ങളുടെ കോലം, ഇനി നിങ്ങൾ മീറ്റിങ്ങിൽ എങ്ങനെ പങ്കെടുക്കും എന്ന് പറയുമ്പോഴേക്കും അശ്വിനെ ദേഷ്യം വരുവാണ്. അശ്വിൻ ആ ബക്കറ്റ് ഉൾപ്പെടെ തന്നെ ശ്രുതിയുടെ തലവഴി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ നിൻ്റെ കോലം ഇപ്പോൾ കണ്ടില്ലേ, ഇനി നിനക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയാണ്. ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. കാരണം അശ്വിന് ഒരു മഗ്ഗ് വെള്ളം ഒഴിച്ചപ്പോഴേക്കും ശ്രുതിക്ക് ഒരു ബക്കറ്റ് വെള്ളമാണ് തിരിച്ച് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ശ്രുതിക്ക് ആകെ ദേഷ്യം വന്നിരിക്കുക. അതേസമയം അശ്വിനാണെങ്കിൽ ആകാശിനോട് പറയുന്നുണ്ട്, അതായത് ആകാശം ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് അശ്വിൻ, അതായത് ശ്രുതിയുടെ മുമ്പിൽ ഇങ്ങനെ പറയാനിട്ട്, അതായത് പ്രീതിനെ ഡൈവേഴ്സ് ചെയ്യും, ചേട്ടൻ പറഞ്ഞാൽ എന്തും ചെയ്യും എന്ന രീതിയിൽ പറയാൻ വേണ്ടി അശ്വിന് ചെറിയൊരു പണി കൊടുക്കും. വേറൊന്നുമല്ല, ഞാൻ പറയാണ്ട് ഒരു പേപ്പറിലും ഒപ്പിടാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യണം, കേട്ടില്ല ആകാശ് എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും ചേട്ടാ എന്ന് പറയണം. അങ്ങനെ ശ്രുതി ആകാശിനോട് സംസാരിക്കുന്നുണ്ട്. ആകാശ് സാർ, ഈ അശ്വിൻ സാർ പറഞ്ഞ ആകാശ് സാർ എന്തും ചെയ്യുമോ? ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും, എൻ്റെ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഞാൻ ഒപ്പിടും എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷനാവാണ്. അത് പേടിച്ച് ശ്രുതി വീണ്ടും വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈശ്വര,
എങ്ങനെ ഡിവേഴ്സ് പേപ്പറിൽ എങ്ങനെ ഒപ്പിടാൻ പറഞ്ഞാൽ അതും ചെയ്യുമല്ലോ ഈ ആകാശ് സർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ശ്രുതി പേടിച്ച് വീട്ടിലേക്ക് പോവാണ്. പക്ഷെ അശ്വിനും ആകാശ് ഉദ്ദേശിച്ചത് പേപ്പറാണ്, അതായത് മീറ്റിങ്ങിൻ്റെ പേപ്പറും കമ്പനിയുടെ പേപ്പേഴ്സൊക്കെയാണ് ആകാശ് ഉദ്ദേശിച്ചത്. പക്ഷേ അശ്വിനെ ചിരിയാണ് വരുന്നത്. കാരണം ആകാശ് ഉദ്ദേശിച്ചത് വേറെ, ശ്രുതി ഉദ്ദേശിച്ചത് വേറെ. എന്തെങ്കിലും അശ്വിൻ വിചാരിച്ച കാര്യം നടന്നല്ലോ, അതുകൊണ്ട് അശ്വിനെ ചിരിയൊക്കെ വരും കേട്ടോ. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് അശ്വിൻ പറയുന്നുണ്ട്, എന്തായി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ആകാശ് ചെയ്യുള്ളൂ എന്ന്. ഇപ്പോൾ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട്, ഒരു ഡിവേഴ്സ് പേപ്പർ കൊണ്ടിട്ട് അതിലൊന്ന് ഒപ്പിടാൻ പറഞ്ഞാൽ ആകാശ് ഒപ്പിടും. കാരണം അവൻ എൻ്റെ അനിയനാണ്. അവൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞാൽ ചിലപ്പോൾ അവൻ കേൾക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞാൽ അവൻ എന്ത് വേണമെങ്കിലും കേൾക്കും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സോറി സർ, പ്ലീസ് സർ, എൻ്റെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലേ സർ, ഞാൻ സാർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം, 6 മാസം ഞാൻ ഇവിടെ തന്നെ നിൽക്കാം സർ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം. അങ്ങനെ വഴിക്ക് വാ എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 2 എപ്പിസോഡും കൂടി ഇങ്ങനെയാണ് പോണത്. 2 എപ്പിസോഡ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ഹോളി ദിവസം വരുവാണ്. ഇനി ഇവിടെ വഴക്കൊന്നും ഇല്ല കേട്ടോ, ഇനി ഇവിടെ പ്രണയരംഗങ്ങളാണ് ഈ ആഴ്ച കഴിഞ്ഞാൽ, അതായത് നാളത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ട് പ്രണയരംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹോളി ദിവസം നമ്മുടെ അശ്വിനും അടുത്ത് ശ്രുതി മനസ്സ് തുറക്കാണ്. എൻ്റെ ആദ്യ പ്രണയം നിങ്ങളാണ് എന്നുള്ള സത്യം ശ്രുതി പറയുന്നുണ്ട്. അശ്വിനും അങ്ങനെ തന്നെയാണ്. ലാവണ്യനെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയെന്ന് ശരിയാണ്, പക്ഷെ ലാവണ്യ ഒരിക്കലും ഭാര്യ ആവണം എന്നൊരു ഇതൊന്നുമില്ല. ലാവണ്യയുടെ അശ്വിൻ്റെ സ്വഭാവം ഒന്നാണെന്ന് അശ്വിന് തോന്നി, അതുകൊണ്ട് തൻ്റെ ഒരു കൂട്ട് അതേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ വീട്ടുകാരത് തെറ്റിദ്ധരിച്ച് ലാവണ്യായിട്ട് ലവ് ആണ് അങ്ങനത്തെ സംഭവമാണെന്നൊക്കെ വീട്ടുകാർ തെറ്റിദ്ധരിക്കുകയാണ്. അതിനെ പിന്നീട് അശ്വിനെ തിരിച്ചൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ വീട്ടുകാരെന്ന് അത് തീരുമാനിച്ച് മനസ്സിലാക്കി അശ്വിനും ലാവണ്യം തമ്മിൽ ലവ് ആണ് എന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. ശരിക്കും അശ്വിനും ലാവണ്യത്തിൽ അങ്ങനെ ലവ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു അട്രാക്ഷൻ പോലെ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരിക്കലും പ്രണയമല്ല കേട്ടോ. പ്രണയം ഒന്ന് തോന്നിയത് ശ്രുതിയോട് മാത്രമാണ്. അത് അശ്വിൻ ശ്രുതിയോടും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ്, നിന്നോടാണ് ആദ്യമായിട്ട് ആ ഒരു വികാരം തോന്നിയതെന്നുള്ള സത്യം. അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി ഒന്നവണ ഭാഗമാട്ടോ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ശ്യാമിൻ്റെ ദേഷ്യമാണ് വരുന്നത്. ശ്യാം എങ്ങനെയെങ്കിലൊക്കെ ഇതിൻ്റെ ദേഷ്യം ഫുള്ളും തീർക്കുന്നത് അഞ്ജലിയുടെ അടുത്താണ്. അഞ്ജലിനെ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കണം, നോവിക്കണം. അങ്ങനെ അഞ്ജലിനെ നോവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ശ്യാം ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്യാം ഇനി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അശ്വിനെ മനസ്സിലാവും ഇതിൻ്റെ പിന്നിൽ ശ്യാമാണെന്നുള്ള സത്യം. പക്ഷെ തെളിവുകളൊന്നുമില്ല. അഞ്ജലിയുടെ അടുത്ത് ഈ സത്യങ്ങളൊക്കെ അതായത് ശ്രുതിനെ സ്നേഹിച്ച് വരുവാണല്ലോ. അപ്പോൾ 6 മാസത്തെ കഴിഞ്ഞാലും ശ്രുതിനെ ഭാര്യയായിട്ട് തന്നെ കല്യാണം കഴിക്കാമെന്ന് അശ്വിൻ തീരുമാനിക്കും. പക്ഷെ തൻ്റെ ചേച്ചിനെ രക്ഷപ്പെടുത്തണം, അതാണ് അശ്വിൻ്റെ അടുത്ത കടമ്പ എന്ന് പറയുന്നത്. പക്ഷേ ശ്യാമിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അഞ്ജലി വിശ്വസിക്കില്ല, തെളിവ് വേണം. അപ്പോൾ അങ്ങനെ തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രുതി വീട്ടിലൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കും. അതായത് ശ്യാം എന്തെങ്കിലും അഞ്ജലിനെ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറയിൽ പതിയാനായിട്ട്. പക്ഷേ ശ്യാമിന് അറിയില്ല അവിടെ ക്യാമറ ഉള്ള കാര്യം. അങ്ങനെയാണ് ശ്രുതി എല്ലാം റെക്കോർഡ് ചെയ്യണത്. അതായത് ശ്യാം അഞ്ജലിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും അഞ്ജലി നടക്കുന്ന വഴിയിൽ കുപ്പിച്ചിലിട്ടതും അഞ്ജലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് മറിച്ചിട്ടതും എല്ലാം ശ്യാമാണെന്ന് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് ശ്രുതി ഇതൊക്കെ തന്നെ അഞ്ജലിനെ തെളിയിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്. എന്തായാലും ഇപ്പോഴത്തെ ഭാഗം എന്ന് പറയുന്നത് തിങ്കളാഴ്ച, അതായത് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം, നിങ്ങൾക്ക് ഏറ്റവും നല്ല രസമായിട്ട് തോന്നിയ ഭാഗം താഴെ കമൻറ്റ് ചെയ്യണം, അതിൻ്റെ റിവ്യൂ ഇടാനായിട്ടാണ്. അതുപോലെ തന്നെ ഏതോ ജന്മകൽപ്പനയിലല്ലാതെ നിങ്ങൾ വേറെ ഏത് സീരിയലാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇഷ്ടമെന്നുള്ളതും കൂടി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.